സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴ തുടരാൻ സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. 7 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പാണ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ട്. അതേസമയം കോഴിക്കോട്ടും മലപ്പുറത്തും മഴക്കെടുതി രൂക്ഷമായി തുടരുന്നു. കോഴിക്കോട് നരിക്കുനിയിൽ ഇടിമിന്നലേറ്റ യുവതി മരിച്ചു. ഞാനിപ്പോൾ പറഞ്ഞ വാർത്തയാണ്. പാലക്കാട് കൂറ്റനാട് ഇടിമിന്നലേറ്റ് യുവതിക്ക് പരിക്കേറ്റു. മലപ്പുറം വഴിക്കടവിൽ കലക്കൻപുഴ നിറഞ്ഞൊഴുകി കൃഷിയിടങ്ങളിൽ വെള്ളം കയറി. കോഴിക്കോട് നിന്ന് YS അഭിനന്ദൻ ചേരുന്നു. അതുപോലെ മലപ്പുറത്ത് നിന്ന് സമീർ ബിൻ കരിയും ലേറ്റസ്റ്റ് വാർത്തകൾ അപ്ഡേറ്റ് ചെയ്യും. ആദ്യം കോഴിക്കോട്ടേക്ക് അഭിനന്ദ്, എങ്ങനെയാണ് ഈ നരിക്കുനിയിൽ ഈ ദാരുണാന്ത്യമുണ്ടായത്? കോഴിക്കോട് ജില്ലയുടെ പല ഭാഗത്തും അതിശക്തമായ മഴ തുടരുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ ഇടിമിന്നലേറ്റ് ഒരു യുവതി മരിച്ചു എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. ഇടിമിന്നലേറ്റ് മരിച്ചിരിക്കുന്നത് ചേരച്ചാറമത്തിൽ റിയാസിന്റെ ഭാര്യ സുനീറയാണ്. അല്പം മുമ്പാണ് അവിടെ ആ ഭാഗത്ത് ഇടിമിന്നലുണ്ടായത്. ഉടൻ തന്നെ ശരീരാസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുകയും പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിക്കുകയായിരുന്നു. ജില്ലയുടെ മലയോര മേഖലകളിൽ ഇപ്പോൾ ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അടിവാരം, കണ്ണപ്പൻകുണ്ട്, താമരശ്ശേരി, തിരുവമ്പാടി തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇപ്പോൾ ശക്തമായ മലവെള്ളപ്പാച്ചിലുമുണ്ട്. അതിനകത്ത് പുതുപ്പാടി പാലത്തിന് മുകളിൽ ഇപ്പോൾ വെള്ളം കയറിയിട്ടുണ്ട്. അവിടെയുള്ള യാത്രാ തടസ്സമൊക്കെ പരിഹരിക്കാനുള്ള ഇടപെടൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഇപ്പോൾ അതിശക്തമായ മഴയാണ് പല ഭാഗങ്ങളിലും പെയ്തുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് നഗരത്തിൽ ഇപ്പോൾ മഴയ്ക്ക് ശമനമുണ്ട്. രാവിലെ മുതൽ തന്നെ മലയോര മേഖലകളിൽ മഴയുണ്ടായിരുന്നു. പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം ഇപ്പോൾ ജില്ലാ ഭരണകൂടം പുറപ്പെടുവിച്ചിട്ടുണ്ട്. നാളെയും ഇത്തരത്തിലേക്ക് മഴ തുടരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചത്. നാളെ ഏതാണ്ട് 1 മണി വരെ ഓറഞ്ച് അലർട്ടായിരിക്കും ഉണ്ടാവുക എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. മലയോര മേഖലകളൊപ്പം തന്നെ തീരദേശ മേഖലകളിലുള്ള ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം കോഴിക്കോട് ജില്ലയ്ക്ക് നൽകിയിരിക്കുന്നത്. SK മലപ്പുറത്തും മഴക്കെടുതികളുടെ വാർത്തകൾ ഉണ്ടായിട്ടുണ്ട്. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് ചേരുന്നു. സമീർ, അവിടെ എന്താണ് അവസ്ഥ, അപ്ഡേഷൻ? മലപ്പുറത്തിന്റെ മലയോര മേഖലയിലാണ് ഇപ്പോൾ ശക്തമായ മഴ പെയ്യുന്നത്. പ്രത്യേകിച്ച് വഴിക്കടവ് ഭാഗത്താണ് ശക്തമായ മഴയും ഈ പുഴയിൽ ജലനിരപ്പ് ഉയരുന്ന ഒരു ഘട്ടവും ഉണ്ടായിരിക്കുന്നത്. കാരക്കോടൻ പുഴയും കലക്കൻ പുഴയും ഒക്കെ തന്നെ കരകവിഞ്ഞ് ഒഴുകുകയാണ്. അത്തിത്തോടും കരകവിഞ്ഞ് ഒഴുകുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുന്ന ഒരു ഘട്ടവും ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല കൃഷിയിടത്തിലേക്കും ഒക്കെ തന്നെ വെള്ളം കയറി കൃഷി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ പുളിയംകോടൻ കരീമിന്റെ കോഴി ഫാമിലേക്ക് വെള്ളം കയറി ഏതാണ്ട് 2000-ഓളം വരുന്ന കോഴികൾ ചത്ത ഒരു അപകടം ഉണ്ടായതായി ഇപ്പോൾ പ്രദേശവാസികൾ അറിയിക്കുന്നുണ്ട്. മാത്രമല്ല അബ്ദുൽ ലത്തീഫ് എന്നയാളുടെ ഈ ചിപ്സി യൂണിറ്റിലേക്കും വെള്ളം കയറി വലിയ സാമ്പത്തിക നഷ്ടം ഇയാൾക്കും ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല കൃഷിയിടത്തിലേക്കും താഴ്ന്ന ഭാഗത്തേക്കും ഒക്കെ തന്നെ വെള്ളം കയറുന്നു എന്നുള്ളതാണ് പ്രദേശവാസികൾ വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല മണിമൂളി ഭാഗത്തേക്കുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഭാഗത്തുള്ള റോഡിലേക്കൊക്കെ തന്നെ വെള്ളം കയറിയ ഒരു സംഭവം ഉണ്ടായതോടു കൂടിയാണ് ഗതാഗതത്തിന് പൂർണ്ണമായും തടസ്സം നേരിട്ടത് എന്നുള്ളതാണ് പ്രദേശവാസികൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ മലയോര മേഖലയിലും അതോടൊപ്പം തന്നെ തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിലും ശക്തമായ മഴ പെയ്യുന്നതാണ് നിലമ്പൂരിലെ ഈ പുഴയിലുമൊക്കെ തന്നെ വെള്ളം ഉയരാൻ കാരണമെന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരം എന്നുള്ളതാണ്. ഏതായാലും ഈ പുഴയുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശം. ഇപ്പോൾ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും ഈ വെള്ളം വലിയ തോതിൽ ഈ ഉയരുന്നു എന്നുള്ളത് ഒരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, താങ്ക് യു സമീർ ബിൻ കരീം. മലപ്പുറത്ത് നിന്നാണ് സമീർ നമുക്കൊപ്പം തത്സമയം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.